ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നവംബർ 23-ന് കണ്ണൂർ, മലപ്പുറം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നമ്മുടെ LGSന്റെ രണ്ടാം ഘട്ട എക്സാം നടന്നു. ഈ എക്സാമിന്റെ കട്ട് ഓഫ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മലപ്പുറം, പത്തനംതിട്ട, കണ്ണൂർ ഈ 4 ജില്ലകളിലേക്കാണ് LGS രണ്ടാം ഘട്ടം നടന്നത്. അപ്പോൾ ഇതിന്റെ ഒരു കട്ട് ഓഫ് എത്ര വരും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സാധാരണ ഒരുവിധം നന്നായി പഠിക്കുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയായിരിക്കാം എക്സാം ഹാളിൽ അവർ പെർഫോം ചെയ്തത് അതിനനുസരിച്ച്, അതായത് ഇപ്പോൾ ഓരോ കുട്ടിയും നമുക്ക് പറയാൻ പറ്റത്തില്ല, അപ്പൊ ജനറലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഒരു മെജോറിറ്റി കുട്ടിക്ക് കിട്ടുന്ന മാർക്കുകളൊക്കെ നമ്മൾ എടുക്കും, ഈ കിട്ടാൻ സാധ്യതയില്ലാത്ത മാർക്കുകളൊക്കെ നമ്മൾ കളയും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഈ ബയോ റിസർവ്, നാച്ചുറൽ പാർക്ക് ഒക്കെ കുറെ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇനി ലോകാരോഗ്യ എംപോക്സ് നമ്മൾ എടുക്കുന്നു. ഇനി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനം ആസാം എന്ന് കിട്ടണം എന്നില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ് നാഗാലാൻഡ് അത് കിട്ടണം എന്നില്ല. അപ്പൊ അങ്ങനെ കിട്ടാൻ സാധ്യതയില്ലാത്ത മാർക്കുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇത് കണ്ടോ, കാർസാപ്പ് കിട്ടും 3 മാർക്ക്. 3 മാർക്കേ ആയിട്ടുള്ളൂ 6 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞപ്പോൾ. ഇനി കോശദ്രവ്യപാത, പ്ലാസ്മോ ഡെസ്മേറ്റ ഇത് കിട്ടാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ മാർക്ക് എടുക്കുന്നില്ല. അമീബിക് മെനിഞ്ചോ, നെഗ്ലേറിയ ഫൗലേറി പെട്ടെന്ന് എക്സാം ഹാളിൽ മറക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ആ മാർക്ക് എടുക്കുന്നില്ല. ജീവിതശൈലി അമൃതം കിട്ടും. പിന്നെ ശ്വാസകോശം പ്ലൂറ കിട്ടും. രസതന്ത്രത്തിന് 3 പേർക്ക് കിട്ടി, അത് കിട്ടുന്നതാണ്. അതായത് മെജോറിറ്റി കുട്ടികൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മാർക്ക് കൊടുക്കുന്നത്, അങ്ങനെയാണ് എടുക്കുന്നത്. മനുഷ്യരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരള്, പ്രോട്ടോസോവ മലമ്പനി അതൊക്കെ കിട്ടുന്ന മാർക്കാണ്. രക്തം കട്ട പിടിക്കുന്നത് കിട്ടുന്നതാണ്. പിന്നെ EEGന്ന് കിട്ടും. പദാർത്ഥങ്ങളിലെ രാസോർജം കിട്ടും. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന 20,000 ഹെഡ്സ് അതൊക്കെ കിട്ടും. പിന്നെ ഇത് ചിലപ്പോൾ എക്സാം ഹാളിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്, അല്ലാത്തവർക്കൊക്കെ കിട്ടാൻ സാധ്യതയുമുണ്ട്. ഇപ്പൊ എല്ലാ അരികളും ധാതുക്കൾ ഇത് മാത്രം ശരി, മുൻ ക്വസ്റ്റ്യൻസ് 2024 തന്നെ നമ്മൾ കണ്ടതുകൊണ്ട് ഇതെല്ലാവരും ശരിയാക്കും. നമ്മൾ നന്നായി പഠിക്കുന്ന, ഒരുവിധം നന്നായി പ്രിപ്പയർ ചെയ്ത കുട്ടികളെയാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലാതെ പോയി ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം എന്ന് കരുതുന്നവരെ അല്ല നമ്മൾ എടുക്കുന്നത്. അപ്പൊ ലോക പരിസ്ഥിതി ദിനം അത് എല്ലാവർക്കും കിട്ടുന്നതാണ്. പിന്നെ ഈ വരാഹമിഹിരനൊക്കെ അറിയാമെങ്കിലും എക്സാം ഹാളിൽ നമ്മൾ നന്നായി പഠിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ കിട്ടണം എന്നില്ല. ഒരുപാട് കേട്ട് പരിചയമൊക്കെ ഉണ്ട്, കുറെയൊക്കെ ശ്രമിച്ചെങ്കിലും ചിലപ്പോൾ കിട്ടണം എന്നില്ല. ഇതെല്ലാവർക്കും കിട്ടുന്നതാണ്. അപ്പൊ പെട്ടെന്ന് നമ്മൾ പോവുകയാണ്, ഇത് കിട്ടും. ഇതും അർജന്റീന എന്നറിയാം, പക്ഷെ ചിലപ്പോൾ തെക്കേ അമേരിക്ക ആണോ എന്നൊരു കൺഫ്യൂഷൻ എക്സാം ഹാളിൽ ഉണ്ടാവാം. മണ്ണ് ദിനം കിട്ടും. ഇതും വനനിയം, പരിസ്ഥിതി ദിനം ഇത് തമ്മിലൊരു കൺഫ്യൂഷൻ വരും. ഈ ആൻസറിലേക്ക് എത്താൻ സാധ്യത കുറവാണ്, അതുകൊണ്ട് നമ്മളിത് ക്യാൻസൽ ചെയ്യും. IUCN മെജോറിറ്റി ആളുകൾക്ക് കിട്ടുന്നതാണ്. പരിസ്ഥിതി ദിനം കിട്ടും. ഇത് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു, സിഗ് എന്ന് പറയുന്നത്. അത് മെജോറിറ്റി കിട്ടാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. സോഡിയം ക്ലോറൈഡ് ഒക്കെ എല്ലാവർക്കും കിട്ടുന്നതാണ്. ഇതെല്ലാം ശരിയാണ് എന്നുള്ള രീതിയിൽ ഇതെല്ലാവർക്കും കിട്ടുന്നതാണ്. നമ്മൾ ആൻസേഴ്സിനേക്കാളും പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഇതെല്ലാവർക്കും കിട്ടുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്യുമായിരിക്കാം. 244 കിലോമീറ്റർ എന്ന് തന്നിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ ഇത് എടുക്കണം, തൊട്ടടുത്ത വാല്യൂ എന്നുള്ള രീതിയിൽ. ഇതും കിട്ടുന്നതാണ്. കൗൺസിലും ഉപരാഷ്ട്രപതി എന്നുള്ളത് തെറ്റാണ്. ഇത് രണ്ടുമാണ് ബന്ധമില്ലാത്തത്. പിന്നെ ഇത് അധികം കിട്ടാൻ സാധ്യതയില്ലാത്തൊരു ചോദ്യമാണ്. ഇത് കിട്ടും, പോർച്ചുഗീസുകാരനാണ് എന്നുള്ളത്. ക്ലോഡിയ ഗോൾഡിനെയും ആൻസർ കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ കിട്ടും. അപ്പൊ അങ്ങനെ നമ്മൾ കിട്ടുന്ന മാർക്കുകളൊക്കെ നമ്മൾ ഇങ്ങനെ എഴുതി എഴുതി, ഇതൊക്കെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഈ റാം കെയർ ഓഫ് ഇതാണ് ഒരു ടഫ് ക്വസ്റ്റ്യൻ. ബാക്കി ഏകദേശം കിട്ടുന്നത്. പിന്നെ പാമ്പാണ് ചൊല്ല ചിലപ്പോൾ 2003 എന്നുള്ള വർഷം മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒപ്പിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 99 കാർഗിൽ യുദ്ധം നമ്മൾ ഓപ്പറേഷൻ വിജയ് എടുക്കും, പക്ഷേ ഓപ്പറേഷൻ സഫേദ് സാഗറാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഓപ്പറേഷൻ. അപ്പൊ അതും കിട്ടാൻ സാധ്യതയില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഈ 4ാം പഞ്ചവത്സര പദ്ധതിയൊക്കെ ചില സമയങ്ങളിൽ എക്സാം ഹാളിൽ ചിലർക്കൊക്കെ എന്ത് ചെയ്യും, ആ ഒരു കൺഫ്യൂഷനൊക്കെ വന്ന് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനും മാർക്ക് കൺസിഡർ ചെയ്യുന്നില്ല. ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ഇതും കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് എടുക്കുന്നില്ല. പിന്നെ നമ്മൾ ഇവിടെ ടാഗോർ, അയ്യതൻ ഗോപാലൻ കുറെ പേർക്ക് കിട്ടത്തില്ല. ചോദ്യം ചിലപ്പോൾ എലിമിനേറ്റ് ചെയ്യും, 12 എന്നുള്ളത് തിരിഞ്ഞു ചോദിച്ചു അതുകൊണ്ട്. പിന്നെ എല്ലാം ശരി എന്നുള്ളത് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്, പക്ഷെ സ്കൂൾ ബുക്കിൽ അതുപോലെ ഇരിക്കുന്നതാണ്. ഇനി കേരള സന്ദർശനം പാലക്കാട്, അതും കിട്ടാൻ സാധ്യത കുറവാണ്. അങ്ങനെ നമ്മൾ കിട്ടുന്ന മാർക്കുകൾ മാത്രം എടുത്തപ്പോൾ GKക്ക് നമുക്കൊരു 60 മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. 20ഓളം മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. വളരെ നന്നായി പഠിച്ച ഒരാൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മളൊരു ഒരുവിധം പഠിച്ചു, നല്ല ആത്മവിശ്വാസത്തോടു കൂടി പോയ ഒരു കുട്ടിയെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കട്ട് ഓഫ് ആണ് നോക്കുന്നത് LGSൻ്റെത്. മാത്സ് ഒരുവിധം എല്ലാം എളുപ്പമായിരുന്നു. ഇതിനകത്ത് ഒരെണ്ണത്തിന് മാത്രമാണ് ആൻസർ ഇല്ലാത്തത്. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ആൻസർ ഇല്ലാത്തത്. ബാക്കിയെല്ലാം
എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു. എങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മാത്സിൽ ജിക്ക് ഒരു 60 മാർക്കും മാത്സിൽ നമ്മളൊരു 16 മാർക്കുമാണ് എടുക്കുന്നത്. ഒരു 19 മാർക്ക് നന്നായി വാങ്ങിക്കാൻ പറ്റും എങ്കിലും നമ്മളൊരു 16 മാർക്ക് എടുക്കും. അങ്ങനെ ടോട്ടൽ ഒരു 76 മാർക്ക് ഈ ഒരു എക്സാമിന് നിങ്ങൾ സ്കോർ ചെയ്യുന്നു. 76 മാർക്ക്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലാണ്ട് എഴുതുന്നു. അപ്പൊ നമ്മളൊരു 18 ക്വസ്റ്റ്യൻ അല്ലാണ്ട് എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കൊരു 6 മാർക്ക് നെഗറ്റീവ് വരും. 18 ക്വസ്റ്റ്യൻ എൻ്റെ തെറ്റിപ്പോയാൽ 6 മാർക്കാണ് നെഗറ്റീവ് വരുന്നത്. അപ്പോൾ നമുക്കൊരു 70 മാർക്കേ കിട്ടത്തുള്ളൂ. ഒരു 70 മാർക്കായിരിക്കും ഒരു ശരാശരി ഉദ്യോഗാർത്ഥിക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ 60 ജി കെ ശരിയാവണം, 16 മാത്സ്, ചിലർക്ക് 19 വരെ ശരിയാകും. അപ്പോൾ ജി കെ എന്ന് പോകാം. അങ്ങനെയാണ് നമ്മളൊരു ആവറേജ് ആയിട്ടുള്ള രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു മാർക്ക് നെഗറ്റീവ് ഉൾപ്പെടെ നമ്മൾ നോക്കുമ്പോൾ ഒരു 70 മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് 68 മുതൽ 73 വരെ ആയിരിക്കും കട്ട് ഓഫ് വരാൻ സാധ്യത. എല്ലാവരും യൂണിവേഴ്സിറ്റി LGS ഒരു 81 കട്ട് ഓഫ് വന്നതുകൊണ്ട് 70 to 80 എന്നുള്ള റേഞ്ചിലാണ് കട്ട് ഓഫ് പറയുന്നത്. കാര്യം എക്സാമിന് നന്നായിട്ട് കുട്ടികൾ സ്കോർ ചെയ്യുന്നുണ്ട്, കുറച്ചു പേരെയൊക്കെ നിയമനം മതി. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും സോർട്ട് ചെയ്താണ് കട്ട് ഓഫ് പറയുന്നത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻസിനെ വെച്ച് നോക്കിയാലും. LGS എന്ന് പറയുന്ന ഒരു എക്സാമിനെ കമ്പയർ ചെയ്യുമ്പോഴും നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു പരിധിയുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കട്ട് ഓഫ് 68 to 73 ആണ്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്കറിയാം, കട്ട് ഓഫ് എന്ന് പറയുന്നത് കേരള PSC ആണ് തീരുമാനിക്കുന്നത്, നമ്മൾ ആരുമല്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? വെറും ഒരു ഊഹാപോഹം മാത്രമാണ്. ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല. ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റിപ്പോകാം, അങ്ങനെ തന്നെയാണ്. എങ്കിലും ഈ ഒരു ക്വസ്റ്റ്യന്റെ രീതിയൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്ന ഒരു കട്ട് ഓഫ് ഇതാണ്. ഒരു ശരാശരി നന്നായി പഠിച്ചു പോയ ഒരു കുട്ടിക്കാണ് 70 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. നല്ലൊരു മാർക്കായിരിക്കും അത്. അപ്പോൾ 68 to 73 ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കട്ട് ഓഫ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് കണ്ടിട്ട് ഓവർ സന്തോഷവോ ഡെസ്പ് ആവുകയോ വേണ്ട. കേരള PSC ആണ് അൾട്ടിമേറ്റ് ആയിട്ട് ഇത് പറയുന്ന ആള്. അപ്പോൾ അവര് ക്വസ്റ്റ്യന് റീവാല്യൂ ഒക്കെ ചെയ്തതിന് ശേഷം എത്ര കുട്ടികളെ അവർക്ക് വേണം, അതിനകത്ത് ലാസ്റ്റ് കുട്ടിക്ക് കിട്ടുന്ന മാർക്കായിരിക്കും കട്ട് ഓഫ്. അപ്പോൾ എക്സാം എഴുതി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് അൺഫോർച്ചുനേറ്റ്ലി എന്ത് സംഭവിച്ചു? കഴിഞ്ഞ എക്സാമിന്റെ ആ ഒരു രീതിയായിരുന്നില്ല, PSC മൊത്തത്തിൽ മാറ്റിപ്പിടിച്ചു. കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് കിട്ടുന്നതും കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളെ ഒന്ന് പട്ടം കറക്കുകയും ചെയ്തു, അല്ലെ? അപ്പോ എല്ലാവരും ജോലി കിട്ടുന്നത് വരെ നന്നായി പഠിക്കുക. ഇപ്പൊ ഈ ഒരു എക്സാം കഴിഞ്ഞു, ഇത് അടച്ചു വെക്കുക, അടുത്തതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. പ്രിലിംസിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമാണ്. പ്രിലിംസ് എക്സാം നടക്കുന്നു, അപ്പൊ അതിനു വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു എക്സാം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ അത് അവിടെ ഇരിക്കട്ടെ, അടുത്തതും കൂടെ നേടിയെടുക്കാനുള്ള ശ്രമം തുടരുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.